എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മള് ദേവി മഹാത്മ്യ സമർപ്പണത്തിലോട്ട് പോവുകയാണ്. നമ്മൾ ഇന്നലെ ആദ്യത്തെ അധ്യായം വരെ ഉള്ളത് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് അതിന്റെ അടുത്ത ഭാഗങ്ങളിലോട്ട് പോയി ഇന്ന് എന്താണ് ചണ്ഡി തത്വം അതും കൂടെ നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ ദേവി മഹാത്മ്യം നമുക്കറിയാം. ഒരു ജീവന്റെ സ്പന്ദനം എന്നത് പ്രാണനാണ്. അത് ജന്മനാല് തുടക്കം മുതൽ അച്ഛനിൽ നിന്ന് ബീജരൂപത്തില് ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെ അമ്മയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ തന്നെ അത് ഉണ്ട്. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് ശരിക്കും പ്രാണന്റെ സ്പന്ദനമാണ്. അപ്പൊ ഒരു ജീവൻ ഉള്ളിലുള്ള വാസനാവിശേഷങ്ങൾക്കനുസരിച്ച് ശരീരത്തെ പ്രാപിക്കുന്നു. നമ്മൾ തന്നെയാണ് ഈ ശരീരമാകുന്ന വസ്ത്രത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഥവാ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത വസ്ത്രമാണ്. അപ്പൊ ഈ വസ്ത്രത്തിന് മാറ്റം വരണമെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പൊ നമ്മുടെ ബുദ്ധി മനസ്സുകൾ കൊണ്ട് തൻ്റെ എല്ലാം മാറ്റി മറിക്കാമെന്ന രഹസ്യമാണ് എല്ലാ സാധനങ്ങളുടെയും അടിസ്ഥാനം. നമ്മൾ എന്തിനാണ് ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, എന്തിനാണ് ശാക്തേയ ഉപാസന, എല്ലാം തന്നെ ഗുരു ശാസ്ത്രം സാധനകള് എല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തെ മാറ്റി മറിക്കുന്നു. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സംസ്കരിച്ച് നമ്മൾ അനേക ജന്മങ്ങളിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒന്നും, അതായത് സുഖദുഃഖങ്ങള് എല്ലാം നമ്മുടെ സുഖദുഃഖങ്ങളെല്ലാം തന്നെ ദൈവം തന്നതാണോ? അല്ല. അത് ആണെങ്കിൽ ദൈവം തന്നതാണെങ്കിൽ അത് മാറ്റാൻ ദൈവത്തിനേ കഴിയുള്ളൂ, ഇല്ലേ? അപ്പൊ ദൈവമാണ് നമ്മുടെ ഭൂതഭാവി വർത്തമാനങ്ങളെ നിയന്ത്രിക്കുന്നെങ്കിൽ അവിടെ ഒരു അവ്യവസ്ഥാ ദോഷം വരും. എങ്ങനെയെന്ന് വെച്ചാല് ചിലര് ദുഃഖികള്, ചിലര് സുഖികള്, ചിലര് വികലാംഗര്, ചിലര് സകലാംഗര്, പണ്ഡിതര്, പാമരര്, ധനികര്, ദരിദ്രര്. ഇതിനൊക്കെ കാരണം ദൈവമാണോ? അല്ല, ഒരിക്കലും അല്ല. സ്വയാർജിത കർമ്മങ്ങളാണ് ഓരോ ഓരോ വ്യക്തിയുടെയും ജന്മത്തിന് അടിസ്ഥാനം. അപ്പൊ ദൈവം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു സ്വേച്ഛാധിപതി അല്ല. പൂജിക്കുന്നവർക്ക് മാത്രം നന്മയും അല്ലാത്തവർക്ക് തിന്മയും കൊടുക്കുന്ന ആളാണെങ്കിൽ ദൈവം ഒരു സ്വാർത്ഥപരായണനാണ്, അല്ലെ? ഈശ്വരൻ അല്ലാതായിട്ട് മാറും. അപ്പൊ നമ്മള് നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ് നമ്മളായിട്ട് തീരുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളിലൂടെ ഈ ജന്മത്തെ നിശ്ചയിച്ച നമ്മള് ഈ ജന്മത്തിലെ കർമ്മങ്ങളിലൂടെ അടുത്ത ജന്മങ്ങൾ കെട്ടിപ്പടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ നിശ്ചയിക്കുന്നിടത്താണ് ഗുരുവിന്റെയും ശാസ്ത്രത്തിന്റെയും സാധനയുടെയും ഒക്കെ പ്രാധാന്യം. എന്തിനാണ് നമ്മൾ ഈ ടെക്സ്റ്റുകളെല്ലാം പഠിക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മളാണ് നമ്മളെ നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു ഗുരുവിനെയും ശാസ്ത്രത്തെയും സാധനയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി മുമ്പോട്ട് പോകുന്നത്. ശാസ്ത്രം ഉപദേശിക്കുന്ന എന്താണ്? നല്ലതിനെ ഉയർത്തണം, നല്ലതിനെ തിരഞ്ഞെടുക്കണം. ഇതാണ് ശാസ്ത്രം നമുക്ക് ശാസിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഇപ്പം ലളിതാ സഹസ്രനാമത്തില് അതിന്റെ ഫലശ്രുതിയിൽ 72ാമത്തെ ശ്ലോകം പറയണു, ഏന അന്യദേവത നാമകീർത്തിതം ജന്മ കോടിഷു തസ്യൈവ ഭവതി ശ്രദ്ധ ശ്രീദേവി നാമകീർത്തനെന്ന്. എന്താണത്? ആരാണോ മറ്റുള്ള ദേവതകളെ അനേക ജന്മങ്ങളിൽ പൂജിച്ചിരുന്നത് അവന് മാത്രമേ ഈ ജന്മത്തിൽ ദേവിയെ ഉപാസിക്കാൻ സാധ്യമാകൂ. അതായത് അതിൽ താല്പര്യം ജനിക്കണമെങ്കിൽ പോലും ദേവി ഉപാസന നിസ്സാരമല്ല, വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതിൽ താല്പര്യം ജനിക്കണമെങ്കിൽ പോലും അനേക ദേവതകളെ പൂജനം ചെയ്തിരിക്കണം. പിന്നെ അവസാനം പറയുന്നുണ്ട് 73ാമത്തെ ഇത് ലളിതാ സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയിൽ പറയുന്നതാണ്. 73ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ചരമേ ജന്മനി ശ്രീവിദ്യ ഉപാസകോ ഭവേത്. അവസാന ജന്മം, മരണം വരുന്ന അവസാനത്തെ ജന്മത്തില് ആ ഒരു ശാക്തേയ ഉപാസകൻ എന്തായിട്ട് തീരണു? ശ്രീവിദ്യ ഉപാസകനായിട്ട് തീരും. അപ്പൊ ദേവി ഉപാസന എന്ന് പറയുന്നത് അതിന്റെ സൂക്ഷ്മ തലങ്ങളെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ദേവി ഉപാസനയുടെ സൂക്ഷ്മതലങ്ങൾ അറിയുന്ന ഒരു ജീവന് പിന്നെ ജന്മം ഉണ്ടാകുന്നില്ല എന്ന് ഋഷി പറയുകയാണ്. അപ്പൊ ദേവി ഭക്തര് ഉള്ളില് രഹസ്യമായിട്ട് എന്ത് വേണം? ശാക്തേയ ഉപാസനയും പുറത്ത് ശിവഭക്തനായിട്ടും സഭാമധ്യത്തില് വിഷ്ണുവിനെ ആരാധിക്കുന്ന വിഷ്ണു ഭക്തിയായിട്ടും വിഷ്ണു ഭക്തനായിട്ടും പെരുമാറണം എന്നർത്ഥം. ഉള്ളില് മാത്രം പൂജിക്കേണ്ടവളാണ് ദേവി. അപ്പൊ ദേവി മഹാത്മ്യത്തില് ദേവി ഉവാച എന്നതുവരെ മന്ത്രമാണ്. അപ്പൊ മഹിഷമർദ്ദിനിയായ ദേവിയെ ഒരു മന്ത്രം കൊണ്ട് ദേവകൾ സ്തുതിക്കുന്നുണ്ട്. ഇതിനെ നമ്മള് മൃത്യുഞ്ജയ മന്ത്രം എന്നാണ് പറയുന്നത്. കാരണം മൃത്യുഞ്ജയ മന്ത്രം എങ്ങനെയാണോ ഒരു മനുഷ്യന് മൃത്യുവിനെ
അതിൽ നിന്ന് അമൃതത്വം കൊടുക്കുന്നത്. അതുപോലെ ദേവി മഹാത്മ്യത്തിലെ ഈ ശ്ലോകം അവർ ശരിക്കും ദേവി മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നു. ഏതാണ് ആ മന്ത്രം? ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ചാമ്പികെ ഖണ്ഡാസ്വനേന പാഹി ചാപജ്ജാനി സ്വനേന ച. എന്താ ദേവിയോട് പറയുന്നത്? ശൂലം, ഖഡ്ഗം, മണിനാദം, ചാപം അല്ലെങ്കിൽ വില്ല് ഇവ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ ദേവി എന്ന് ദേവന്മാര് സ്തുതിക്കുകയാണ്. ഇത് നമ്മൾ സാമാന്യ അർത്ഥം നോക്കുകയാണെങ്കിൽ ദേവിയുടെ ആയുധങ്ങളായിട്ട് കാണാം. ദേവിയോട് ദേവകൾ പറയുന്നതാണിത്. പക്ഷെ ഇത് അപ്പൊ ഉടനെ ദേവകൾ എന്താ? നമുക്കറിയാം എന്തുകൊണ്ടാണ് അവര് ദേവന്മാര് ആയിത്തീരുന്നത്. അവര് സ്വന്തം കാര്യങ്ങൾക്കല്ല, പരാർത്ഥപ്രിയരാണ് അല്ലെ. അവര് ദേവിയോട് പറയുന്നു, ഇത് പറയുന്ന മനുഷ്യനും അവിടുന്ന് രക്ഷിക്കണം എന്നാണ്. ദേവിയോട് പറയാണ്. നോക്കൂ, എത്ര നമ്മളാണെങ്കിൽ പറയുമോ നമ്മുടെ കാര്യം മാത്രമല്ലേ നമ്മൾ പറയുള്ളൂ. പക്ഷെ ദേവകൾ പറയുന്നു ഇത് ജപിക്കുന്ന മനുഷ്യനും ഈ ഒരു അനുഗ്രഹം കൊടുക്കണം. അപ്പൊ ദേവി എന്താ പറയണത്? ആ കാര്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ദേവി മറയുന്നത്. അപ്പൊ ഈ ശക്രാതി സ്തുതിയിലെ ഈ മന്ത്രം വളരെ പ്രസിദ്ധമാണ്. അതിനകത്ത് മരണം എന്നുള്ള വാക്കില്ല. അതുകൊണ്ടാണ് അതിനെ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത്. ദേവി ഭക്തന്മാരുടെ മൃത്യുഞ്ജയ മന്ത്രം. എന്താണ് നമുക്ക് ഇതിന്റെ ഒരു ചെറിയ അകത്തെ ഒരു അർത്ഥം നോക്കുകയാണെങ്കിൽ, ശൂലേന പാഹിനോ ദേവി ബാഹി ഖഡ്ഗേന ചാമ്പികെ. ശൂലം, അമ്മ എന്നെ ശൂലം കൊണ്ട് രക്ഷിക്കൂ. ദേവിയുടെ ഖഡ്ഗം കൊണ്ട് രക്ഷിക്കൂ. അമ്മയുടെ മണിനാദം, ഖണ്ഡാസ്വനം എന്ന് പറഞ്ഞാൽ മണിനാദം കൊണ്ട് രക്ഷിക്കൂ. ചാപത്തിന്റെ ശബ്ദം കൊണ്ട് രക്ഷിക്കൂ. അമ്മ എങ്ങനെയാ നമ്മളെ രക്ഷിക്കുന്നത്? ഒരു ജീവനെ, ഒരു ദേവി ഉപാസകയെ അല്ലെങ്കിൽ ഉപാസകനെ ദേവി ശൂലം കൊണ്ട് രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ത്രിപുടി ഇല്ലാതാക്കൂ, ജ്ഞാനയാത്ര ജ്ഞേയങ്ങളെ ഇല്ലാതാക്കി അവനെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കൂ. ബാഹി ഖഡ്ഗേന ചാമ്പികെ. അമ്മയുടെ ഖഡ്ഗം എന്ന് പറയുന്നത് നന്ദകം എന്ന് പറയുന്ന വാളാണ്. അതിലൊരു കണ്ണ് കണ്ടിട്ടുണ്ട്, അതിനെയാണ് ജ്ഞാന കണ്ണെന്ന് പറയുന്നത്. എപ്പോഴാണോ ദേവി ആ ദേവിയുടെ ഖഡ്ഗം കൊണ്ട് നമ്മുടെ മാംസ ചക്ഷുസുകളെ മാറ്റി നമ്മുടെ അകത്തെ കണ്ണ്, അകക്കണ്ണ് തുറക്കുന്നത്, അപ്പൊ നമുക്ക് യഥാർത്ഥ ജ്ഞാനം കിട്ടും അല്ലെ. അമ്മ എനിക്ക് യഥാർത്ഥ എന്റെ സ്വരൂപ ജ്ഞാനം തരൂ. പിന്നെന്താ? ഖണ്ഡാസ്വനേന പാഹി. അപ്പൊ എപ്പോഴാണോ നമുക്ക് ജ്ഞാനത്തെ കിട്ടുന്നത്, അപ്പൊ ഖണ്ഡാസ്വനം, മണിനാദം, മണിയുടെ നാദം എന്താണ്? പ്രണവം അല്ലെങ്കിൽ ഓംകാരം അല്ലെ. എപ്പോഴാണോ നമുക്ക് ജ്ഞാനത്തിലേക്ക് നമ്മുടെ അകക്കണ്ണ് തുറക്കുന്നത്, അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അനാഹത സ്വരമായിരിക്കുന്ന പ്രണവ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കുന്ന ഒരാളിന് എന്താ? ചാപജ്ജാനി സ്വനേന. ചാപം എന്ന് പറഞ്ഞ വില്ല്, ദേവിയുടെ വില്ല്. എന്താ പറയാ, ദേവി പ്രണവം എന്ന് പറയുന്ന ഹ്രീംകാരം. എവിടെയാണോ ഓംകാരം മുഴങ്ങുന്നത് അവിടെ നമ്മുടെ ചുറ്റും ഹ്രീംകാരമാകുന്ന ദേവിയുടെ മന്ത്രം നമുക്ക് പ്രൊട്ടക്ഷൻ തരട്ടെ, നമ്മളെ രക്ഷിക്കട്ടെ. ഇതാണ് ഇതിന്റെ ആന്തരിക അർത്ഥം. വളരെ വളരെ ഉയർന്ന ദേവി മഹാത്മ്യം മുഴുവൻ ചൊല്ലുന്നതിന് തുല്യമാണ് ഈ വരി ചൊല്ലുന്നത്. വളരെ വിശേഷപ്പെട്ട ദേവിയോടുള്ള മനുഷ്യനും ഇത് ജപിച്ചാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, പുറമേ ഉള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല, അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ ആന്തരിക അർത്ഥം കൂടെ മനസ്സിലാക്കി ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രിപുടി മുടിഞ്ഞ് തെളിയുന്ന ദീപത്തെ കാണാൻ പറ്റും. അപ്പോ ദേവി ഭക്തൻ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും 4-ാം അധ്യായത്തില് ആ ഒരു 21-ാമത്തെ ശ്ലോകം സദാ ജപിച്ചോളണം. ആപത്തിൽ അകപ്പെട്ട ഭക്തൻ ദേവിയെ സ്മരിച്ചാൽ മതി എന്നാണ്. ദേവി സഹായത്തിനെത്തും. അപ്പൊ ജനിക്കുന്ന സമയത്ത് തന്നെ 6 ആന്തരിക ശത്രുക്കളാണ് നമ്മളോടൊപ്പം ജനിക്കുന്നത്. ഇവ ഇല്ലാതാക്കി രക്ഷിക്കുന്ന നമ്മുടെ അമ്മയായ ദേവിയാണ്. കാരണം ദേവി സത്യസന്ധ്യയാണ്. ഇത് അമ്മ ദേവി നേരിട്ട് കൊടുക്കുന്ന വാക്കാണ്, സത്യവാക്കാണ് അല്ലെ. ലളിതാ സഹസ്രനാമത്തിലെ ദേവി സത്യസന്ധ, സാഗര മേഖല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വാക്ക് തരുകയാണ് ദേവി. എന്താണ്? ഞാൻ വന്ന് രക്ഷിച്ചോളാം. സകലാം ബാധാം നാശയിക്ഷ്യാമി ന സംശയ. ഒരു സംശയവും വേണ്ട, ഞാൻ ചെയ്തിരിക്കും. നമുക്കെന്താ? അമ്മയില് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവി നമ്മളെ വന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്നലെ നമ്മൾ കണ്ടു ആ ഒരു ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അപ്പൊ നമുക്കറിയാം 3 മലത്രയങ്ങൾ, അതായത് ആവരണം, വിക്ഷേപം, മലം. ഇത്രയാണ് നമ്മുടെ 3 കാര്യങ്ങളാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്. അപ്പൊ ആദ്യത്തെ അധ്യായം എന്താണ്? നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ആ ഒരു ബ്രഹ്മാവിന്റെ സ്തുതി. നമ്മള് ആ ഒരു മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങളാകുന്ന ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ അധ്യായം മധുകൈടവന്മാര് എന്ന് പറയുന്ന രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കണം. ഇപ്പൊ രണ്ടാമത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദുർഗാ സപ്തശതി എന്ന് പറയുന്ന അത് ശരിക്കും മുഴുവനും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ 4 സ്തുതികളെങ്കിലും വായിക്കണം എന്നാണ്. അപ്പൊ ഏതൊക്കെയാണത്? 1, 4, 5, 11.
ആദ്യത്തെ സ്തുതിയാണ് ബ്രഹ്മാവിന്റെ സ്തുതി അല്ലെ. അപ്പൊ ആ ഒരു തന്ത്രശാസ്ത്രത്തിൽ പറയുന്നു ശരിക്കും അതിനെ രാത്രി സൂക്തം എന്ന്. പിന്നെ 4ാമത്തെ ചാപ്റ്ററിലുള്ള ശക്രാധികൃത ദേവി സ്തുതി, 5ാമത്തെ ചാപ്റ്ററിൽ അപരാജിത സ്തുതി, 11ാമത്തേതിലെ നാരായണീ സ്തുതി അല്ലെങ്കിൽ കാത്യായനി സ്തുതി. ഈ വളരെ വിശേഷപ്പെട്ട സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് സ്തുതി എന്ന് പറഞ്ഞാല് ശരിക്കും എപ്പോഴാ സ്തുതി ഉണ്ടാവുക? നമുക്ക് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതെ ഇരിക്കുമ്പോൾ, നമ്മൾ എന്തൊക്കെ വിഷമങ്ങളിലാണോ പെട്ടിരുന്നത് അതിൽ നിന്ന് വന്ന് നമ്മളെ രക്ഷിക്കുമ്പോൾ സ്തൂയതേ അനേന ഇത് സ്തോത്രം. അപ്പൊ ദേവതയെ നമ്മൾ സ്തുതിക്കുക സന്തോഷം കൊണ്ട്. ഈ സ്തുതികളെല്ലാം തന്നെ നമ്മുടെ വിവിധ തരത്തിലുള്ള പ്രോബ്ലംസ് ഇല്ലാതാക്കുന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു എന്താ പറയാ, നമ്മള് എപ്പോഴും ഒരു പ്രോബ്ലത്തിന് ദേവിയെ വിളിച്ച് ദേവി വന്ന് നമുക്കത് ചെയ്തു തരുമ്പോൾ നമുക്ക് പ്രോബ്ലം ഏതൊക്കെയാണ്? ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്താ ആ ഒരു ദേവിയുടെ സഹായം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ദേവിയെ സ്തുതിക്കുകയാണ്. അപ്പൊ ശരിക്കും ഒരു എന്താ ഇതില് മഹാകാളി ആദ്യത്തെ ഇതില് മഹാകാളിയായിട്ട് വന്ന് എന്താ പറയാ ആ ഒരു മഹാവിഷ്ണുവിനെ ഉണർത്തുക ചെയ്യുന്നത്. എന്നിട്ട് ഭഗവാൻ എന്താ പറയാ ഈ മധുകൈടവന്മാരോട് വരം ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ആ ഒരു വരം, അതായത് മധുകൈടവന്മാര് ഭഗവാന് വരം കൊടുക്കുന്നു. ഇതിനൊക്കെ കാരണം ആരാ? താമസീ ദേവിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഒരു ചാപ്റ്ററിൽ മഹാകാളിയുടെ, ഇനി നമുക്ക് ചണ്ഡി തത്വം നോക്കുമ്പോ അറിയാം നമ്മൾ എന്തുകൊണ്ട് ഈ ഐം ഹ്രീം ക്ലീം ചാമുണ്ടായെ വിച്ച് എന്ന് പറയുമ്പോ ഐം എന്ന മന്ത്രം മഹാസരസ്വതിയാണെന്ന് കണ്ടു. പക്ഷെ ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ മഹാകാളിയാണ് വരുന്നത്. എന്താണ് ചണ്ഡി തത്വം എന്ന് നമുക്ക് അവസാനം നോക്കി സമർപ്പിക്കാം. അപ്പൊ ഇതില് 4 സ്തുതികളാണ് ഏറ്റവും വളരെ ഭംഗിയുള്ളത്. കാരണം ഇതിനകത്ത് ദുർഗയാണ്. അപ്പൊ ഈ 4 സ്തുതികളും ദേവി ദുർഗയാണ്, അതായത് ദുർഗാ പരമേശ്വരിയാണ്. ആ ഒരു വിശ്വ ഉൽപ്പത്തി പ്രണാശ സ്ഥിതി, അതായത് ദേവിക്ക് എന്താണ്? എല്ലാം ഒരു വികൃതിയാണ് അല്ലെ. എല്ലാ ദേവതകളും ദേവിയുടെ പാദപത്മങ്ങളെയാണ് ശരണാഗതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദേവിക്ക് ദുർഗ എന്ന് പേര്. കാരണം ദേവി ദുർഗ എന്ന് പറഞ്ഞാൽ എവർ ഷൈനിങ്, എപ്പോഴും തേജോമയമായിട്ടിരിക്കുന്നത്. ഈ ഒരു പ്രപഞ്ചത്തെ മുഴുവനും തന്നെ ദേവി എന്താണ്? ദേവിയുടെ ഒരു കളിക്കളമായിട്ട് എടുത്തിരിക്കുകയാണ്. ദേവി എന്ന് പറഞ്ഞാല് ഉണ്ടാക്കി നിലനിർത്തി തന്നിൽ തന്നെ ലയിപ്പിക്കുന്ന ശക്തി. അപ്പൊ എന്തിനാ ദേവി ഇങ്ങനെ ചെയ്യുന്നത് നമുക്കറിയില്ല. ദേവിയുടെ ലീല കൈവല്യ ന്യായം എന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ പറ്റൂ. സൃഷ്ടി സ്ഥിതി ലയം എല്ലാം അമ്മയുടെ ഒരു എന്താ പറയാ ഒരു ലീലയായിട്ട് നമ്മൾ കാണണം. അപ്പൊ നമ്മള് ദേവിക്ക് എന്താ ചെയ്യുക? നമ്മൾ ആപത്തില് ആരെയാ സ്മരിക്കേണ്ടത്? ചരണയുഗളം അമ്പായ. നമുക്ക് ദേവിയെ സ്മരിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എന്തിനാണോ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ആദ്യത്തെ ചരിതം ബ്രഹ്മഗ്രന്ഥി വിനാശനം. നമ്മൾ എന്താ ബ്രഹ്മഗ്രന്ഥി വിനാശനം കൊണ്ട് നടത്തിയത്? നമ്മുടെ അറ്റാച്ച്മെന്റ്സ് ടു കർമ്മ അല്ലെ. നമ്മള് ശ്രവണം ചെയ്യാണ്. കാരണം ഇതില് ഒരു നമ്മുടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു ഉപാസകൻ ചെയ്യേണ്ടതാണ് ശ്രവണം. അപ്പൊ ആദ്യം നമ്മൾ ഇത് കേൾക്കുകയാണ്, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഈ പറയുന്ന അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ഈ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്ന ദേവിയിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ അഭാവനാശ, നമുക്കിത് കേട്ട് അതിനെ മനനം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ശക്തിയെ നമുക്ക് അറിയാൻ സാധിക്കൂ. അപ്പൊ ഈ മധുകൈടബൻ എന്ന് പറയുന്ന രാഗദ്വേഷങ്ങളാകുന്ന 2 അസുരന്മാരെ നമ്മൾ കൊന്നു. അപ്പൊ ആ ഇംപ്യൂരിറ്റീസ്, അതായത് നമ്മുടെ മലത്രയങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് നിശേഷം ഇല്ലാതാക്കപ്പെട്ടു. മലത്രയം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മലത്രയം കൊണ്ടാണ് നമുക്ക് ആ 2 ചക്രങ്ങളെ അതിക്രമിക്കാൻ സാധിക്കാതിരുന്നത്. അങ്ങനെ ബ്രഹ്മഗ്രന്ഥിയെ നമ്മൾ ഇല്ലാതാക്കി, ബ്രഹ്മഗ്രന്ഥിയെ പൊട്ടിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഹയർ ലെവലിലോട്ട് പോവാണ്. ഇപ്പൊ മൂലാധാരിക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങള്, അതായത് കർമ്മത്തിലോട്ട്. ഈ കർമ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, കാമഗ്രന്ഥി എന്നൊക്കെ പറയണ എല്ലാം തന്നെ നമ്മുടെ വാസനകളാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാസനകളാണ് നമ്മുടെ ജന്മത്തിന് കാരണമാകുന്നത്. അപ്പൊ ഈ ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞത് അത് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് വിഷ്ണു ഗ്രന്ഥിയിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ കാമഗ്രന്ഥി അതായത് വിക്ഷേപം. അപ്പൊ നമ്മൾ വിക്ഷേപം എന്ന് പറയുന്നത് എവിടെ സംഭവിക്കുന്നതാണ്? നമ്മുടെ മനസ്സിൽ അല്ലെ. എപ്പോഴും വിക്ഷേപങ്ങള്. എന്താ നമുക്ക് വിക്ഷേപത്തിന് കാരണം? രാഗദ്വേഷങ്ങള്. വിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് എപ്പോഴും ചഞ്ചലമായി കൊണ്ടേയിരിക്കുന്നു. നമുക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, മെഡിറ്റേഷൻ പറ്റുന്നില്ല. കാരണം അത് മൈൻഡ് എന്ന് പറയുന്നത് ഓൾവേസ് മോഷൻ, സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ, നമുക്കിത് അറിയണമെങ്കിൽ, ഈ സത്യത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കണം, അല്ലെ? അപ്പോ ഇത് ഒന്നും, കാരണം ഇതിനകത്ത് നമ്മൾ നാമരൂപങ്ങളില് നമ്മുടെ മനസ്സ് കുടുങ്ങിയിരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിക്ഷേപം എന്ന് പറയുന്നത്, ഡിസ്റ്റർബൻസ് ഓഫ് മൈൻഡ്. അപ്പൊ ഈ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കണം. അതിനെന്താ വേണ്ടത്? ഫോക്കസ് ചെയ്യണം, അല്ലെ? ആ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന മനസ്സ്, അതിന് കാരണം വാസനകളും അല്ലെങ്കിൽ കാമവും ആഗ്രഹങ്ങളുമാണ്. അപ്പോ മഹിഷാസുര മർദ്ദിനിയായിരിക്കുന്ന ദേവി, രണ്ടാമത്തെ ഇതില് നമ്മൾ ഇനിയിപ്പോ ഇല്ലാതാക്കാൻ പോകുന്ന എന്താ? നമ്മുടെ കാമഗ്രന്ഥി, വിഷ്ണു ഗ്രന്ഥി വിഭേദിനിയാകാൻ പോവുകയാണ് ദേവി. കാരണം അവിടെ നമ്മുടെ മനസ്സ് പല രൂപത്തിൽ വന്ന് നിൽക്കുകയാണ്. അതാണ് മഹിഷാസുരൻ. മഹിഷാസുരൻ എന്തൊക്കെ രൂപത്തിലാ വരുന്നത്? ആനയുടെ രൂപത്തില്, ഒരു സിംഹത്തിന്റെ രൂപത്തില്, പൂത്തിന്റെ രൂപത്തില്, ഡിഫറെന്റ് നെയിംസ് ആൻഡ് ഫോംസ് എടുത്ത് വരികയാണ്. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സ്. എന്തെല്ലാം രൂപങ്ങളിലാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ പല പല എണ്ണപ്പെടാൻ പറ്റാത്ത അചിന്ത്യമായിരിക്കുന്ന അനേക രൂപത്തില് മനസ്സ് നമ്മുടെ മുമ്പില് പല പല കളികൾ കാണിക്കുന്നു. അപ്പൊ അതിനെ കൊല്ലണം. അതാണ് ശരിക്കും വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയും, ടു കിൽ ദിസ് ബീസ്റ്റ്. ആ ഒരു ബീസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ജന്തുപരമായിട്ടുള്ള വികാരങ്ങൾ നമ്മുടെ മനസ്സിലുള്ളതിനെ ഇല്ലാതാക്കണം. അപ്പൊ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നമ്മളെ കബളിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ഈ മധ്യമ ചരിതം എന്ന് പറയുന്ന രണ്ടാമത്തെ ചരിതം എന്ന് പറയുന്നത് ഈ മനസ്സിനെ നിയന്ത്രിക്കുക. മഹിഷാസുരനാകുന്ന നമ്മുടെ ഒരു വിക്ഷേപങ്ങള്, നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഉയർച്ച താഴ്ചകളെ കംപ്ലീറ്റ് ഇല്ലാതാക്കണമെങ്കിൽ ആര് വരണം? സർവ്വ ഐശ്വര്യ സമ്പത്തിയുടെ വിളനിലമായിരിക്കുന്ന മഹാലക്ഷ്മി തന്നെ വരണം. കാരണം മഹാലക്ഷ്മിയാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ അതിദേവത. നമ്മള് മഹാകാളിയെ കണ്ടു. രണ്ടാമത് ആര് വന്നു? മഹാലക്ഷ്മി. അപ്പൊ മഹാലക്ഷ്മി എന്ന് പറയുന്നത് മഹിഷമർദ്ദിനി. എല്ലാ ശക്തികളും 18 കൈകളോടുകൂടിയാണ് മഹിഷമർദ്ദിനിയായിരിക്കുന്ന ദേവി വരുന്നത്. എന്തിനാണ്? കാരണം അഭാവന ആൻഡ് കാമഗ്രന്ഥി വിഭേദിനി. അഭാവന എന്ന് പറഞ്ഞാല് നമ്മുടെ ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളെയും ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മളെ ഭാവനകളാണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്യൂഷൻസ്, മായ, അല്ലെ? അപ്പൊ അങ്ങനെ അതിനെ ഇല്ലാതാക്കി കാമഗ്രന്ഥിയാകുന്ന നമ്മുടെ മണിപൂരാന്തരുദിത വിഷ്ണു ഗ്രന്ഥി വിമേദിനി. കാമഗ്രന്ഥി തന്നെയാണ് വിഷ്ണു ഗ്രന്ഥി. അപ്പൊ ദേവി എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മുടെ ആ രണ്ടാമത്തെ ഗ്രന്ഥിയെ മുറിക്കുകയാണ്. കാരണം ഇവിടെ എന്താ നമുക്ക് കിട്ടുന്നത്? ശരിക്കും ഇവിടെയാണ് നമുക്ക് സെൽഫ് റിയലൈസേഷൻ, നമ്മൾ ആരാണ് എന്നുള്ള മനസ്സ്. കാരണം ഹൃദയമാണ് എല്ലാത്തിന്റെ ഇരിപ്പിടം. എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും തന്നുകൊണ്ട് നമ്മുടെ സെൽഫ് റിയലൈസേഷൻ, നമുക്ക് ആത്മജ്ഞാനം നൽകിക്കൊണ്ട് ദേവി രണ്ടാമത്തെ ചരിത്രത്തിലെ മഹിഷമർദ്ദിനിയായിട്ട് വരുന്നു. ഇവിടെയാണ് ശരിക്കും ആ ഒരു പുരുഷാർത്ഥങ്ങളില് ഏറ്റവും പരമപ്രധാന പുരുഷാർത്ഥമായിരിക്കണം മോക്ഷം. നമ്മുടെ ഹൃദയത്തിലാണ് നമുക്ക് ഹൃദയഗ്രന്ഥി വിഭേദിനി. ഹൃദയഗ്രന്ഥി, ഹൃദയം എന്ന് പറയുന്നത് ശിരസ്സുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിയുമായിട്ടുണ്ട്. അവിടെയാണ് സാക്ഷാൽ പരമശിവൻ ഇരിക്കുന്നത്. നമ്മുടെ ഈ കാമങ്ങളെയൊക്കെ ഇല്ലാതാക്കി പ്രകൃതിയുമായിട്ടുള്ള അതിന്റെ താതാത്മ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ യഥാർത്ഥ സ്വസ്വരൂപ ദർശനം, അതാണ് ശരിക്കും അഷ്ടൈശ്വര്യ സമ്പത്തി. നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും നമ്മുടെ സമ്പത്തല്ല, അതൊക്കെ ഈശ്വരന്റെ ആണ്. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്താ? നമ്മുടെ സ്വസ്വരൂപമായിരിക്കുന്ന ജഗതീശ്വരി തന്നെയാണ്. അപ്പൊ ഈ ഒരു പുരുഷാർത്ഥങ്ങളിൽ അവസാനമായിരിക്കണം മോക്ഷത്തെ നൽകിക്കൊണ്ട്, ശരിക്കും പറഞ്ഞാല് ആ ഒരു സുപ്രീം, ആ ഒരു തലത്തിലേക്ക്, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യവും മാർഗവും അവിടെയാണ്. നമുക്ക് ഈ ഹൃദയഗ്രന്ഥിയെ ഭേദിക്കുന്നതോടുകൂടി മനുഷ്യജന്മത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കുകയാണ് മനുഷ്യൻ. ഇല്ലെങ്കിലോ ഇതറിയാത്ത മനുഷ്യർ എന്താണ്? മഹതോ വിനഷ്ടി. ഋഷി പറയണോ, മഹത്തായിട്ടുള്ള വിനഷ്ടി, നഷ്ടമാണ്. ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത് മനസ്സിലാക്കാത്ത മനുഷ്യന്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഡോക്ടർ രാധാകൃഷ്ണൻ നമുക്കറിയാം, നമ്മുടെ ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5-ാം തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് എന്താ അവസാനം പറ്റിയത്? അദ്ദേഹം വളരെ വലിയൊരു സ്കോളർ ആയിരുന്നു. അദ്ദേഹത്തിന് അവസാനം ഒന്നും ഓർമ്മയില്ലാതായി. ശരിക്കും എല്ലാം മറന്നുപോയി, അല്ലെ? അപ്പൊ നമ്മൾ ഈ നെയിം ആൻഡ് ഇൻഫർമേഷൻസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഇരുന്നൂന്നിരിക്കാം. പക്ഷെ അത് നമുക്ക് എന്ത് വേണം? യഥാർത്ഥ സ്വസ്വരൂപ ദർശനം എന്ന് പറയുന്ന ആ ഒരു കൺഫർമേഷൻ, അത് നമുക്ക് മനനം കൊണ്ട് മാത്രമേ കിട്ടൂ. അല്ലാത്തതൊക്കെ നമുക്ക് മറന്നുപോകും. ഈ പ്രാപഞ്ചിക ജ്ഞാനങ്ങളെല്ലാം ഒരു തലത്തിൽ നമ്മുടെ നിന്ന് വിട്ടുപോകും. പക്ഷെ ഈ യഥാർത്ഥ സ്വരൂപ ദർശനം നമ്മുടെ മനനം കൊണ്ട് ഉറപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും നമ്മളെ വിട്ടുപോവില്ല. അപ്പൊ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇമ്പ്യൂരിറ്റീസ്, നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം തന്നെ ആ ഒരു ശുദ്ധമാക്കിക്കൊണ്ട്, മാറ്റിക്കൊണ്ട് നമ്മുടെ യഥാർത്ഥ ട്രൂ സെൽഫ്,
നമ്മൾ ആരാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇതാണ് എന്താ പറയാ ആ രണ്ടാമത്തെ നമ്മൾ ആദ്യത്തെ ഗ്രന്ഥിയിൽ എന്ത് കേട്ടു? ശ്രവണം അല്ലെ? നമ്മൾ പലതിനെ കുറിച്ച് കേട്ടു. രണ്ടാമത്തെ ഗ്രന്ഥി അതായത് വിഷ്ണു ഗ്രന്ഥിയിലെ രണ്ടാമത്തെ ഗ്രന്ഥി മനനം. അപ്പൊ നമ്മൾ എന്താ പതഞ്ജലി യോഗസൂത്രത്തിലെ ശ്രവണ കീർത്തന മനനങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സമ്പത്തി നമുക്ക് വേണ്ടത്, രണ്ടാമത്തെ ഗ്രന്ഥിയെ ഭേദിക്കണമെങ്കിൽ എന്താണ്? സദാ മനനം ചെയ്യണം. അതാണ് മനു ആവാനുള്ള ഒരു വഴി. മനനം ചെയ്താൽ മാത്രമേ നമുക്ക് ആ കൺവിക്ഷൻ ഉണ്ടാവുള്ളൂ. എങ്കിലേ നമുക്ക് അഭാവം എന്നുള്ള ഇല്യൂഷൻ അത് ഇല്ലാതായി തീരുള്ളൂ. ഇപ്പൊ മഹിഷാസുര മർദിനി എന്ന് പറയുന്ന ദേവി നമുക്ക് കാമഗ്രന്ഥിയെ ഇല്ലാതാക്കണു. അപ്പൊ മൂന്നാമത്തെ പാർട്ടിലോട്ട് നമ്മൾ കയറുകയാണ്. ശരിക്കും ഉത്തമ ചരിതം, അതിനെ ഉത്തര ചരിതം എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്താ കാണേണ്ടത്? ഈ രണ്ട് ഗ്രന്ഥികളെ ഭേദിച്ച ഒരു സാധകന് അത് ഉത്തമമാണ്, ഏറ്റവും ഉയർന്നതാണ്. അതിൽ 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്താ സാധാരണ ഗതിയിലെ ആദ്യത്തെ ചരിതത്തിലും രണ്ടാമത്തെ ചരിതത്തിലും കുറച്ച് ചാപ്റ്റേഴ്സും ഉത്തമ ചരിതത്തിലെ 9 ചാപ്റ്റേഴ്സും വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെയാണ് ബേസിക് പ്രോബ്ലം കിടക്കുന്നത് അല്ലെ? നമ്മൾ മൂന്നാമത്തെ ചരിതം, അതാണ് രുദ്രഗ്രന്ഥി നാശനം. നമുക്കറിയാം ഈ ഗ്രന്ഥി ഏറ്റവും വലിയ ഈ ഗ്രന്ഥിയെ ആണ് നമ്മൾ ശരിക്കും മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്നൊക്കെ നമ്മൾ ഇതിനെല്ലാം ലോവർ ഗ്രന്ഥികളായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ സാധാരണ ഈ പൊക്കിളിന് താഴെയുള്ള ഏത് ഗ്രന്ഥിയോ കാലോ തൊട്ട് കഴിഞ്ഞാൽ പൂജയ്ക്കിരിക്കുമ്പോൾ അത് അശുദ്ധമാണ്. കൈ കഴുകിയതിനു ശേഷം മാത്രമേ നമ്മൾ പൂജ ചെയ്യാറുള്ളൂ. കാരണം ശുദ്ധമല്ലാത്ത സ്ഥലം. അപ്പൊ ബ്രഹ്മഗ്രന്ഥി വിഷ്ണു ഗ്രന്ഥിയിലോട്ട് വരും, വിഷ്ണു ഗ്രന്ഥി രുദ്രഗ്രന്ഥിയിലോട്ട് വരും അല്ലെ? അപ്പൊ ഇതിന്റെ റൂട്ട് എവിടെയാണ്? ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ആജ്ഞാചക്രമാണ്. എപ്പോഴും നമുക്കറിയാം ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. നമ്മുടെ ശിരസിൽ നിന്നാണ് എല്ലാം താഴോട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ റൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ആജ്ഞാചക്രമാണ്. അപ്പൊ ഇനി നമ്മൾ ഈ രണ്ട് ഗ്രന്ഥിയും ഭേദിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ആജ്ഞാചക്രാന്തരാണസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. ശരിക്കും ലളിതാ സഹസ്രനാമം ഇത് ദേവി മഹാത്മ്യം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെയാണ് നമുക്ക് 9 ചരിതങ്ങൾ വരുന്നത്. ഏറ്റവും അവസാനത്തെ പെടച്ചിലാണ് ജീവന്റെ. എവിടെ? ആ ജീവൻ തന്റെ സ്വസ്വരൂപം മനസ്സിലാക്കി ആ ഒരു ബ്രഹ്മ ഐക്യത്തിലോട്ട് ചേരുന്ന സ്ഥലം. അപ്പോ ഈ ശുംഭൻ നിശുംഭൻ നമുക്കറിയാം 1000 വർഷം ഭരിച്ചു അവരുടെ രാജ്യം. അപ്പൊ ദേവകളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിലായി, അവർ അജ്ഞാതവാസം ചെയ്തു. അപ്പൊ ദേവി എന്താ ആ ഒരു രണ്ടാമത്തെ ചരിതത്തില് ദേവി പറഞ്ഞിട്ട് പോയി, എന്നെ വിളിക്കണം, നിങ്ങൾക്ക് ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ദേവകൾ അത് മറന്നുപോയി. അവരെന്ത് ചെയ്തു? നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ എല്ലാം മറന്നു പോകും അല്ലെ? അത് മനുഷ്യ സ്വഭാവമാണ്. അതുപോലെ ദേവകളും എന്ത് ചെയ്തു? മറന്നുപോയി. അപ്പൊ അവര് എന്താ ഒരുപാട് ജന്മങ്ങൾ കടന്നുപോയി. അപ്പൊ ദേവിക്ക് ആ ഒരു ദേവിയുടെ പാദപത്മങ്ങളിൽ അവര് സറണ്ടർ ചെയ്ത കാര്യമൊക്കെ മറന്നു. വീണ്ടും അവർക്ക് പ്രോബ്ലം വന്നു. ആര് വന്നു? ഈ ശുംഭ നിശുംഭന്മാര് വന്നു. അപ്പൊ അവര് കുറെ പ്രാവശ്യം അവർ വിചാരിച്ചു ഞങ്ങൾക്ക് തനിയെ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവര് ദേവിയെ മറന്നിട്ട് അവരാദ്യം എന്ത് ചെയ്തു? കുറെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്തു നോക്കി. പക്ഷെ അതീവ ബലവാന്മാരായ നിശുംഭന്മാരെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരെന്ത് ചെയ്തു? അവസാനമാണ് അവർ ഹിമാലയ സാനുക്കളിൽ ചെന്ന് ദേവിയെ ഓർമ്മിച്ചത്. അമ്മ പറഞ്ഞിട്ട് പോയത് ഞങ്ങൾ മറന്നുപോയല്ലോ അമ്മ, ഞങ്ങൾ എന്തൊരു വിഡ്ഢികളാണ്. അമ്മ പറഞ്ഞതല്ലേ എപ്പം പ്രശ്നം വന്നാലും വിളിക്കണമെന്ന്. മനുഷ്യരെല്ലാം അങ്ങനെയാണ്. അവസാനമേ ഈശ്വരനെ കാണാൻ പോവുള്ളൂ, അമ്പലങ്ങളിൽ പോവുള്ളൂ, ജ്യോത്സ്യനെ കാണുള്ളൂ ഇല്ലേ? അതുവരെ എന്താ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു അഹങ്കാരം, അതാണ് നമ്മുടെ ഈഗോ. അപ്പൊ ഇവരെന്ത് ദേവന്മാരും അതുപോലെ മറന്നുപോയി. പക്ഷെ പെട്ടെന്ന് അവർക്ക് ഹിമാലയ പ്രാന്തപ്രദേശത്ത് ചെന്നപ്പോ ദേവിയെ ഓർമ്മ വന്നു. അവര് കരഞ്ഞുകൊണ്ട് ദേവിക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളെ ശരണാഗതി ചെയ്തുകൊണ്ട് അവര് പ്രസിദ്ധമായിരിക്കുന്ന അപരാജിത സ്തോത്രം ചൊല്ലുകയാണ്. ആരാലും പരാജയപ്പെടുത്താൻ പറ്റാത്ത ശക്തിയാണ് ദേവി അല്ലെ? അപരാജിത. നമുക്കറിയാം ലളിതാ സഹസ്രനാമത്തില് അപരാജിത എന്ന് പറയുന്ന കുതിരയുടെ പുറത്ത് അശ്വസേനകളെ നയിച്ചുകൊണ്ട് വരുന്ന ദേവിയാണ് അശ്വാരൂഢ. മനസ്സിന്റെ തലമാണത്. ആ ഒരു അപരാജിതം എന്ന് പറയുന്നത് ദേവി ഉപാസകര് എപ്പോഴും എത്തിച്ചേരുന്ന നാശമില്ലാത്ത സ്വർഗമാണ് അപരാജിതം എന്ന് പറയുന്ന സ്വർഗം. അപ്പൊ ദേവി അപരാജിതയാണ്, ഒരിക്കലും തോൽവി അറിഞ്ഞിട്ടില്ലാത്തവളാണ്. ദേവിയെ അപരാജിത സ്തോത്രം കൊണ്ട് സ്തുതിക്കുകയാണ് ദേവന്മാര്. സാക്ഷാൽ ദേവി എന്താ അമ്മ ഞങ്ങള് ക്ഷമിക്കൂ, ഞങ്ങൾ മറന്നുപോയി. അപ്പൊ ദേവിക്ക് എന്ത് നമ്മൾ തെറ്റ് ചെയ്താലും ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ട് അല്ലേ? അപ്പൊ ദേവി എന്ത് ചെയ്തു? ദേവി പാർവതി കുളിക്കാനായിട്ട് പോകുന്നു.
ഗംഗാ സ്നാനത്തിന് പോകുന്ന ദേവി ദേവന്മാര് കരയുന്നതും ദേവിയെ സ്തുതിക്കുന്നതും കേട്ട് എന്തിനാണ് അവരിങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം ഒരു അമ്മയ്ക്ക് തന്റെ മക്കള് വിഷമിക്കുന്നത് കാണാൻ പറ്റില്ല. അപ്പൊ ആ സൂക്ഷ്മ ശക്തി, അതായത് ദേവിയുടെ ഉള്ളില് എന്താ പറയാ, ആ ഒരു ഏത് സുഖദുഃഖങ്ങള് നമ്മൾ പറഞ്ഞാലും സുഖത്തില് ദേവിയെ ഓർക്കാറില്ല, ദുഃഖങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ ദേവിക്ക് പ്രത്യേകിച്ച് ഒരു കോപം ഉണ്ടാകും. അതുപോലെ ഈ ദേവന്മാർ എന്തിനാണെന്ന് സ്തുതിക്കുന്നതെന്ന് കാരണം കേട്ട ദേവിക്ക് പെട്ടെന്ന് തന്റെ ഉള്ളിലെ ഒരു സൂക്ഷ്മ ശക്തി ആ ദേഷ്യ രൂപത്തില് തന്റെ കോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ ദേവിയാണ് കൗശികി ദേവി എന്ന് പറയുന്നത്. അപ്പൊ പാർവതി ദേവി എന്ത് പറഞ്ഞു? ആ ഹിമാലയത്തിൽ പോയിട്ട് എന്താണ് ഈ ദേവന്മാര്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ. അപ്പൊ പാർവതി ദേവിയുടെ കോശങ്ങളിൽ നിന്നുണ്ടായ കൗശികി ദേവി എന്ത് ചെയ്തു? ഹിമാലയത്തിൽ ചെന്ന് അവിടെ ഒരു സ്വർണ്ണ ഊഞ്ഞാല് കെട്ടി അവിടെ ഇരുന്ന് ആടാൻ തുടങ്ങി, അല്ലെ? അപ്പൊ ആർക്കും ഒരു ഇതും ചെയ്തില്ല, ആരെയും ആകർഷിച്ചില്ല, ആരെയും വിളിച്ചില്ല. സ്വന്തമായിട്ട് ഒരു ഊഞ്ഞാല് കെട്ടി ഒരു എന്താ പറയാ, ഒരു ആ ഹിമാലയം എന്ന് പറയുന്ന ആ മഞ്ഞു മൂടിയ മലയില് ഒരു സ്വർണ്ണ കട്ട പോലെ അതീവ സുന്ദരിയായ ദേവി സ്വർണ്ണ ഊഞ്ഞാലിലിരുന്ന് ആടി. ആരും ഒന്ന് നോക്കി പോകുന്ന സൗന്ദര്യത്തോടു കൂടിയ കൗശികി ദേവി അവിടെ ഇരിക്കുകയാണ് സ്വർണ്ണ ഊഞ്ഞാലില്. അപ്പോഴാണ് നമ്മുടെ രണ്ട് ജോലിക്കാരായിരിക്കുന്ന ശുംഭ നിശുംഭന്മാര്, അല്ലെ, സേവകന്മാര്, ശുംഭ നിശുംഭന്മാർ, രണ്ട് സേവകന്മാർ ആരൊക്കെയാണ്? പേര് പോലെ തന്നെ ചണ്ടനും മുണ്ടനും, അല്ലെ? അവര് എന്താ പറയാ, ഒരു പ്രഷ്യസ് ജം, ഏറ്റവും ഒരു ഭംഗിയുള്ള ഒരു രത്നം ഇരിക്കുന്നത് കാണുകയാണ്. കാരണം ഒരു കാട്ടില്, ഒരു ആരണ്യത്തില് തിളങ്ങുന്ന ഒരു രത്നത്തെ കണ്ട് അവരെന്ത് വിചാരിച്ചു? ഈ ദേവി ഈ ഒരു രത്നത്തെ കൂടെ തന്റെ യജമാനന് കൊണ്ട് കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. അവർ ചെന്ന് അവരുടെ ശുംഭനിശുംഭന്മാരോട് പറയാണ്, കാട്ടിൽ അതീവ അങ്ങക്ക് എല്ലാം ഉണ്ട്, പ്രപഞ്ചത്തിലെല്ലാം അങ്ങ് കീഴടക്കി കഴിഞ്ഞു, ഇനി ഈ രത്നത്തെ കൂടെ അങ്ങ് സ്വന്തമാക്കണം എന്ന് പറഞ്ഞപ്പോ എന്താണ് സുഗ്രീവനെ പറഞ്ഞയക്കുകയാണ്. നിങ്ങൾക്ക് കഥ നന്നായിട്ട് അറിയാം. ഈ ദേവിക്ക് കല്യാണാലോചന, അതായത് തന്നെ എന്താ പറയാ, ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാൻ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ സുഗ്രീവം, നന്നായി സംസാരിക്കാൻ കഴിവുള്ളവൻ, അവനെ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് പറയുക, എന്താ, എല്ലാ അമൂല്യ വസ്തുക്കളും ശുംഭനിശുംഭന്മാരുടെയാണ്, അദ്ദേഹത്തിന്റെ കളക്ഷനിൽ ഇല്ലാത്ത ആരുമില്ല. അതുകൊണ്ട് അല്ലയോ ദേവി, അവിടുന്ന് വരണം. കാരണം എന്റെ യജമാനന് എല്ലാ കളക്ഷന്റെ കൂട്ടത്തിൽ വെക്കാനാണ്, അതുകൊണ്ട് അമ്മയും കൂടെ വരണം. അപ്പൊ ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാനൊരു സത്യം ചെയ്തിട്ടുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല. കാരണം എന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറയാണ്. അപ്പൊ രണ്ടാമത് ആര് വരുന്നു? ധൂമ്രലോചനൻ വരുന്നു. കണ്ണു മുഴുവനും എന്താ പറയാ, ധൂമത്തിന്റെ പാട കെട്ടിയവൻ, ക്ലാരിറ്റി ഓഫ് വിഷൻ ഇല്ലാത്തവൻ, എന്താണ് യഥാർത്ഥ സ്വസ്വരൂപത്തെ അല്ലെങ്കിൽ തത്വത്തെ അറിയാത്തവൻ, അതാണ് ധൂമ്രലോചനൻ. അപ്പൊ അവൻ വന്നെന്താ, ദേവിയുടെ അടുത്ത് യുദ്ധം ചെയ്യാനായിട്ട് അമ്പും വില്ലും എടുക്കുമ്പോ തന്നെ ദേവി ഹും എന്നൊരു വാക്ക് പറഞ്ഞു. ഹുമൊക്കെ നമ്മുടെ താന്ത്രികമായിട്ട് വളരെ വളരെ മന്ത്രപ്രാധാന്യമുള്ള വാക്കുകളാണ്. ഹും അസ്ത്രായ ഫട്ട് എന്നൊക്കെ പറയുന്നത്. എന്താ ഹും എന്നൊന്ന് ആക്കിയുള്ളൂ ദേവി, ഇദ്ദേഹം എന്താ വെറും ഒരു പുകയായിട്ട് തീർന്നു, വെറും ചാരമായിട്ട് തീർന്നു. അങ്ങനെ ദേവിയുടെ വാഹനവും എന്താ ഒരുപാട് പേരെ ഇല്ലാതാക്കി. അങ്ങനെ ഈ ശുംഭ നിശുംഭന്മാര് എന്താ ദേവിയെ ആക്രമിക്കാൻ, അതായത് പലരും വന്നു നോക്കി, കൗശികി ദേവിയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ യഥാർത്ഥ യജമാനന്മാരായിരിക്കുന്ന ശുംഭനിശുംഭന്മാര് വരികയാണ്. അപ്പൊ ദേവി എന്ത് ചെയ്തു? അവരുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ ദേവി കാളി കരാളവദന. അപ്പൊ ദേവി എന്താ ഒരു വളരെ വിശപ്പോടു കൂടിയ ആളാണ് കാളി, അതായത് രക്തദാഹിയായിട്ടിരിക്കുന്ന കാളി ഉണ്ടാവുകയാണ്. അപ്പൊ ചണ്ടമുണ്ടന്മാരെ എന്താണ് ആ ഒരു കാളി എന്ത് ചെയ്തു? നേരെ ചെന്ന് ചണ്ടമുണ്ടന്മാരെ രണ്ടുപേരുടെയും, ചണ്ടന്റെയും മുണ്ടന്റെയും കഴുത്ത് ശിരസ് അറുക്കുകയാണ്. അങ്ങനെ ദേവിക്ക് ചാമുണ്ട എന്നുള്ള പേര്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മഹാമാരി, അതായത് ഒരു ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന രൂപമാണ് ചാമുണ്ട. പിന്നെ വരുന്നത് ആരാണ്? രക്തബീജൻ. കാരണം ആ സ്തുതിയിൽ പറയുന്നുണ്ട്, കാരണം രക്തബീജൻ വന്നു. നമുക്കറിയാം രക്തബീജൻ, ഒരു തുള്ളി രക്തത്തിൽ നിന്ന് അനേക ആളുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ രക്തത്തെ മുഴുവനും പാനം ചെയ്യുകയാണ് ദേവി. ഇതെല്ലാം താന്ത്രികമായിട്ട് ഒരുപാട് അർത്ഥമുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്താ കാലകേയൻ വരുന്നുണ്ട്. അങ്ങനെ ദേവി അവസാനം എന്താണ് ആ ഒരു ശുംഭ നിശുംഭ വധത്തിന് ദേവി നേരിട്ട് വരികയാണ്. കൗശികി ദേവി ശുംഭനെയും നിശുംഭനെയും വധിക്കുന്ന ആ ഒരു മൂന്നാമത്തെ രുദ്രഗ്രന്ഥി വിഭേദിനിയായിരിക്കുന്ന ദേവി മൂന്നാമത്തെ തലവും അതിക്രമിക്കുകയാണ് ഒരു സാധകൻ. അത് കഴിഞ്ഞിട്ട് എന്താണ്, രുദ്രഗ്രന്ഥി അതിക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക്
ജീവിതത്തില് ഈ ഒരു ജന്മത്തിന്റെ സായുജ്യ പദവിയിലേക്ക് നീങ്ങുകയാണ്. അവന് ഡ്യുവാലിറ്റി നഷ്ടപ്പെട്ടു. രണ്ടെന്നുള്ള പദത്തിൽ നിന്ന് ഏകമായിരിക്കുന്ന സത്യത്തിലേക്ക് അവന്റെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ അവൻ എന്താ ദേവിയെ ആരായിട്ട് കാണുന്നു? നാരായണിയായിട്ട്, നാരായണന്റെ ശക്തിയായിട്ടിരിക്കുന്ന നാരായണി. അവിടെ ദേവന്മാരെല്ലാവരും എന്താ നാരായണീ സ്തുതി. അതുകൊണ്ടാണ് ആ ഒരു നാരായണീ സ്തുതിക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം. എവിടെയാണോ നമ്മുടെ ദ്വൈത ഭാവന ഇല്ലാതാകുന്നത്, അവിടെ നമുക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ദേവി എന്താ പറയാ, അവരടുത്ത് പറയുകയാണ്, നിങ്ങള് എന്ത് വേണം, നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്താ, ശരിക്കും പറഞ്ഞാല് എപ്പോഴാണോ നിങ്ങളുടെ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ വരും. കാരണം ഇത് മാർക്കണ്ഡേയ മഹർഷി കൗഷ്ഠികി ഋഷിയോട് പറയുന്നതാണ്. കാരണം ഇതില് ആ ഒരു 4 പക്ഷികൾ ഇരുന്ന് കേട്ടതിന് ശേഷം ആ പക്ഷികളാണ് ഈ കഥ വീണ്ടും പറയുന്നത് ജൈമിനി മഹർഷി ഋഷിയോട്. അപ്പൊ ഈ ഇങ്ങനെ ഒരു പദക്രമത്തില് ഈ എല്ലാവരുമായിട്ട് ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന എന്താ പറയുക 700 നാമങ്ങള്, ഈ ദേവിയുടെ ചരിതങ്ങള് ഇങ്ങനെ പാടി ഋഷികളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദേവകളിൽ നിന്നും ഈ പ്രപഞ്ചം മുഴുവനും എന്താ ഈ ദേവിയെ സ്തുതിക്കണം എന്ന ഈ പദക്രമം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോരുത്തരിൽ നിന്ന് ഓരോന്നായിട്ട് കൈമാറിപ്പോവുക. അങ്ങനെ നമ്മുടെ സുരത സമാധിമാരുടെ ആ ഒരു കഥ, അവരിൽ നിന്ന് അവരുടെ ഒരു മമത്വം കൊണ്ടുണ്ടായ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന 700 ശ്ലോകങ്ങൾ അടങ്ങിയ ഈ ഒരു പുസ്തകം, ഈ ഒരു മന്ത്രമാല പുസ്തകം എന്താണ് ശരിക്കും പറഞ്ഞാല് നമുക്കും കിട്ടുന്നത്. ഇവിടെ സുരത സമാധിമാർക്ക് എന്ത് സംഭവിച്ചു? സുരത സമാധിമാര് പൂജ ചെയ്തു, അവര് 3 വർഷത്തേക്ക് ദേവി വന്നില്ല. അവർക്ക് എന്താ അവസാനം സുരതനും സമാധിയും എന്ത് ചെയ്തു? തന്റെ ശിരസ് മുറിച്ച് ഹോമിക്കാൻ തയ്യാറായപ്പോ ദേവി പ്രത്യക്ഷമായി. സുരഥൻ എന്ന് പറയുന്ന ആള് 8ാമത്തെ മനു, അദ്ദേഹത്തിന് മന്വന്തരത്തിൽ 8ാമത്തെ മനുവാക്കി മാറ്റി. സമാധിക്ക് എന്ത് കൊടുത്തു? ആത്മജ്ഞാനം കൊടുത്തു. ഈ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ കുലനന്ദന. എന്താ കുലനന്ദന? തന്റെ ആ കുലത്തിന്, അദ്ദേഹം ജനിച്ച വംശത്തിന് മുഴുവനും കൈവല്യ മോക്ഷ പദവി. അതായത് സുരഥൻ ആ ഒരു അദ്ദേഹം വേറൊന്നും ചോദിച്ചില്ല, സമാധി വേറൊന്നും ചോദിച്ചില്ല, തന്റെ കുലത്തെ രക്ഷിക്കണം, തനിക്ക് ആ ആത്മസമ്പത്തി ജ്ഞാനസമ്പത്തി വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. പക്ഷെ സുരഥനോ ക്രമസമാധി, അതായത് 8ാമത്തെ മനുവായിട്ട് അദ്ദേഹത്തിനും കൊടുത്തു മുക്തി. അങ്ങനെ ദേവി ആ ഒരു ദേവന്മാര് ദേവിയെ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർണ്ണ ഊഞ്ഞാലിലിരുന്ന് ആടിയ ദേവിയെ കണ്ടിട്ട്, അതായത് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഇരിക്കുന്നവര് അല്ലെ. നമുക്കറിയാം നമ്മളെല്ലാം എപ്പോഴാണ് നമുക്ക് പ്രോബ്ലം വരണമെന്ന് അറിയില്ല. ഈ ശുംഭനിശുംഭന്മാരെന്താ അവരുടെ ഈഗോയും അഹങ്കാരവും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമായിരുന്നു ദേവിയുടെ അടുത്ത് അല്ലെ. ദേവിയെ അങ്ങോട്ട് ചെന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഈ കലാമിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസ്, മഹാമാരികൾ എല്ലാം തന്നെ ഈ രക്തബീജം എന്ന് പറയുന്ന മഹാമാരി നമുക്ക് ശരീരത്തിന് വരുന്ന രോഗമാവാം, മനസ്സിന് വരുന്ന രോഗങ്ങളാവാം അല്ലെ, കാമക്രോധ ശത്രുക്കളാകാം. ഏതാണെങ്കിലും ദേവി എന്താ യാതൊരു പ്രോബ്ലം ഇല്ലാതെ സുഖസ്വരൂപിയായിരിക്കുന്ന ദേവിയെ സമാശ്രയിക്കുമ്പോൾ എല്ലാം എന്താണ് ദേവി ഇല്ലാതാക്കുന്നു. ഈ ശത്രുക്കളെല്ലാം തന്നെ നമുക്ക് അകത്താണ്, പുറത്തല്ല. ഓരോ വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്ന ശത്രുക്കളെ ഈ ഭഗവതി, അതായത് ഈ പറയുന്ന ആ ശുംഭനിശുംഭന്മാർ ഉൾപ്പെടെയുള്ള, ശരിക്കും പറഞ്ഞാല് ഈ ശുംഭനിശുംഭന്മാരെ ആ ദേവഗണം, അതായത് ശരിക്കും പറഞ്ഞാല് ആ ഒരു ദേവിയെ സഹായിക്കാനായിട്ട് അവസാനം ഈ രക്തബീജവധത്തില് ദേവിയെ സഹായിക്കാൻ ആരുടെ ശക്തിമാരൊക്കെ വരുന്നുണ്ട്? ബ്രഹ്മൻ, ഈശൻ, സ്കന്ദൻ, നാരായണൻ, കിടി, നരസിംഹൻ, ഇന്ദ്രൻ അല്ലെ. 7 മാതൃക്കൾ വരുന്നുണ്ട്. ബ്രഹ്മാണി, മാഹേന്ദ്രി, കൗമാരി, നാരായണി, വാരാഹി, നാരസിംഹി, ഇന്ദ്രാണി, എല്ലാവരും വരണു. അപ്പൊ ശുംഭൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മ, ഞാൻ ഒരാളെ ഉള്ളൂ, അമ്മ ഇങ്ങനെയുള്ള ദേവതമാരുടെ എന്താ പറയാ ആ ഒരു സഹായത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് മത്സരിക്കുന്നത്. അപ്പൊ ദേവി പറഞ്ഞു, നീ എന്താ ഇത്രയും നീ എന്നെ കണ്ടിട്ടും നിനക്ക് യഥാർത്ഥ എന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ പറ്റാത്തത്? കാരണം നിന്റെ ഈഗോ അത് ഇതുവരെ പോയിട്ടില്ല. അത് കാരണം ഞാൻ ആരാണ് എന്ന് നോക്കെന്ന് പറഞ്ഞിട്ട്, ഏകൈവാഹം ജഗത്തത്ര ദ്വിതീയാക മമാപര, ഞാനല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന 8 ശക്തികളും ദേവിയിൽ ലയിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. എല്ലാവരും വന്ന് ദേവിയുടെ ഉള്ളിലേക്ക് ലയിച്ച് ദേവി ഒന്നായിട്ട് തീരുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ശുംഭൻ എന്ന് പറയുന്ന, ശരിക്കും ശുംഭന്റെ എന്തായിരുന്നു? ഒരു ആകാശത്ത് അനാഹത ചക്രത്തില് ഒരു ജീവൻ ഉണ്ടാകുന്ന യുദ്ധം, മനസ്സിനെയാണ് ഏറ്റവും കീഴടക്കാനുള്ള ഒരു പ്രയാസം. അതിനാണ് മായായുദ്ധം. മായയാണ് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ആ ഡ്യുവാലിറ്റി. ദേവി എന്താ ചെയ്യുന്നത്? ശുംഭനെ
തന്റെ അനാഹത ചക്രം. അതുകൊണ്ടാണ് ആ ഒരു വായുവിൽ വെച്ച് കൊന്നു, ആകാശത്തിൽ വെച്ചാണ് ശുംഭനെ വധിക്കുന്നത്, നന്ദകം എന്ന് പറയുന്ന വാള് കൊണ്ട്. അപ്പൊ എന്താ നന്ദകം എന്ന് പറയുന്ന വാള്? ജ്ഞാനസിദ്ധി, ജ്ഞാനസമ്പത്തി, തന്റെ അകക്കണ്ണ് തുറന്നു. ഇല്ലേ? ദേവി ആ ശുംഭന്റെ ആ ഒരു അനാഹത ചക്രത്തിൽ നെഞ്ചില് ചവിട്ടി നിന്നുകൊണ്ട് വാള് കൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കുകയാണ്. അപ്പോ ഈ നന്ദകം എന്ന് പറയുന്ന വാൾ എന്താണ് ശരിക്കും ദേവിയുടെ കയ്യിലിരിക്കുന്നത്? നമ്മുടെ നെഗറ്റീവ് ഫോഴ്സസ്, നമ്മൾക്ക് വരുന്ന ആസുരിക ശക്തികളെ ഇല്ലാതാക്കുന്ന ജ്ഞാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? ശുംഭ നിശുംഭന്മാരെ വധിച്ചു കഴിഞ്ഞ് എല്ലാവരും ദേവിയെ എന്താ സ്തുതിക്കാൻ തുടങ്ങി. അല്ലയോ അമ്മേ, അമ്മ ഞങ്ങൾക്ക് ഇനിയും പ്രശ്നം വന്നപ്പോ എന്തൊക്കെയാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്? കാരണം ഓരോ പ്രോബ്ലം ജീവിതത്തിൽ വരുമ്പോഴും അന്യഥാ ചിന്തയഹ, നമ്മുടെ യഥാർത്ഥ ട്രൂ നേച്ചർ, നമ്മുടെ സ്വസ്വരൂപത്തെ മറന്നുകൊണ്ടാണ് നമുക്ക് ആപത്ത് എന്ന് പറയുന്നത്. എന്താ ആപത്ത് വരാൻ കാരണം? നമ്മൾ ആരാണെന്ന് മറന്നുപോയി. നമ്മുടെ ഈശ്വര ശക്തിയെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ നമ്മൾ വിട്ടുപോയി. അപ്പോ ആ ഒരു അചിന്ത്യമായിരിക്കുന്ന, ആനന്ദമായിരിക്കുന്ന, സച്ചിദാനന്ദമായിരിക്കുന്ന, ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ദേവിയെ മറന്നത് കൊണ്ടാണ് എനിക്ക് ആപത്ത് വന്നത് അമ്മ എന്ന് ആ മൂന്നാമത്തെ ചരിതത്തിൽ ആദ്യത്തെ സ്തുതിയാണ് അപരാജിത സ്തോത്രം എന്ന് പറയുന്നത്. ആരാലും തോൽപ്പിക്കപ്പെടാത്ത, സദാ വിജയം മാത്രം കണ്ടിട്ടുള്ള ആ പരമ മംഗള സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് അപരാജിത സ്തോത്രം, അല്ലെ? നമുക്ക് ആ രണ്ടാമത്തെ സ്തുതി എന്താ? ദേവി സൂക്തം അല്ലെങ്കിൽ നാരായണീ സൂക്തം, നാരായണീ സ്തുതി എന്നറിയപ്പെടുന്നു. നമ്മള് ശരിക്കും പറഞ്ഞ അമ്മയുടെ മക്കളാണ് എന്നുള്ളത് മറന്നു പോണു. കാരണം മക്കൾക്ക് അമ്മയോടുള്ള സ്വാതന്ത്ര്യം, നമുക്ക് സാധാരണ ഏത് കുഞ്ഞിനും, ആണിനും പെണ്ണിനും സ്വന്തം അമ്മയോടുള്ള ആ സ്വാതന്ത്ര്യം നമ്മൾ മറക്കണു. ഈ അമ്മ നമ്മുടെ അമ്മയാണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇതാണ് നമുക്ക് പറ്റുന്നത്, അമ്മയോട് അടുക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൂരെ നിന്നുകൊണ്ട്, കാരണം ആവശ്യം വരുമ്പോൾ മാത്രം. അപ്പൊ ദേവി പ്രപഞ്ചത്തിന്റെ അമ്മയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അമ്മയുടെ മക്കളാണ്, നമ്മൾ മാത്രമല്ല, എല്ലാ ചരാചരങ്ങളും. അപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ പ്രോസസ്സിൽ നമുക്ക് അമ്മയെ കാണാൻ പറ്റണം. അല്ലാതെ ഒരു പ്രാർത്ഥനയോ ഉപാസനയോ കൂടെ അല്ല അമ്മയെ നേടേണ്ടത്. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ അമ്മ. ആ എൻ്റെ എന്നുള്ള ആ ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രമാണ് നമുക്ക് അമ്മയെ സമീപിക്കാൻ തോന്നുന്നത് തന്നെ, അല്ലെ? അതുകൊണ്ടാണ് ഈ ആപത്ത് വരുന്നത് തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആപത്ത് വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യാമെന്നല്ല, ആദ്യം അമ്മയുടെ അടുത്ത് പറയണം, ഈ പ്രോബ്ലം എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല അമ്മ. കാരണം അമ്മ എന്നെക്കാളും എൻ്റെ യഥാർത്ഥ സ്വരൂപം എൻ്റെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് ഏത് കാര്യവും നിയന്ത്രിക്കാനും അതിനെ ഫേസ് ചെയ്യാനും പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഇതുവരെ ഞാൻ അമ്മയെ മറന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് അമ്മയുടെ മുമ്പിൽ പറയണം. അതാണ് ദേവിയോട് ഇവർ പറയുന്നത്, ദേവന്മാര്. അമ്മ വിളിക്കാൻ പറഞ്ഞിട്ട് പോലും മറന്നുപോയി. നമുക്ക് എപ്പോ ശരീരം കിട്ടിയോ നമ്മള് അമ്മയുടെ കളിപ്പാട്ടങ്ങളിൽ ഭ്രമിച്ചു പോയി. ഈ പ്രപഞ്ചത്തിൽ തന്ന കളിപ്പാട്ടങ്ങള്, ഭർത്താവ്, മക്കള്, ബന്ധങ്ങള്, പണം, ഇല്ലേ? ഇതിലൊക്കെ നമ്മൾ മതിമറന്ന് അമ്മയെ മറന്നുപോയി. അപ്പൊ എന്താ വിഷമം വന്നപ്പോ അമ്മയുടെ അടുത്ത് നമ്മൾ ഓടിച്ചെല്ലുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അകൽച്ച തോന്നുന്നത്. എന്നും അമ്മയുമായിട്ട് ബന്ധപ്പെടണം. ദേവിയുടെ ആ ഒരു എന്താ പറയാ കടാക്ഷ വീക്ഷണത്തിന് വേണ്ടി, അമ്മയുടെ ഒരു നോട്ടത്തിന് വേണ്ടിയിട്ട്, എന്താ ആ ഒരു സ്നേഹം, കമ്പാഷൻ. അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു ദേവി തത്വം എന്ന് പറഞ്ഞാൽ ദേവി പരബ്രഹ്മ സ്വരൂപിണിയാണ്. പരബ്രഹ്മമായിരിക്കുന്ന ശിവ തത്വത്തിന്റെ ശക്തിയാണ് ദേവി. പരബ്രഹ്മവും പരാശക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അവിടെ ദ്വൈത ഭാവന പാടില്ല. ഈ സുപ്രീം മദർ എന്ന് പറയുന്ന ആ പരാശക്തി ആരാണ്? അനന്തയാണ്, അജാതയാണ്, സർവവ്യാപിയാണ്, അല്ലെ? ഈ ശരിക്കും ഒരു താന്ത്രികമായിട്ട് പറയുകയാണെങ്കിൽ പുരുഷ പ്രകൃതി. എന്താ പുരുഷൻ? പൂർണ്ണത്വാത് പുരുഷ, പുരി ശയനേ പുരുഷ. അപ്പൊ ദേവി ആരാണ്? നമുക്കറിയാം, ദേവി ശിവന്റെ നെഞ്ചില് ഭവതാരിണിയായിട്ട് രാമകൃഷ്ണ പരമഹംസര് ആ ദക്ഷിണേശ്വരത്ത് ദേവി അങ്ങനെയാ കണ്ടത്. അതായത് പുരുഷൻ എന്ന് പറയുന്ന ആള് എന്താണ്? ശരിക്കും പറഞ്ഞാൽ താന്ത്രിക ഭാഷയിൽ പറഞ്ഞ അൺമൂവിങ്, കോൺസ്റ്റന്റ്, അല്ലെ? സബ്സ്ട്രാക്റ്റം, സ്റ്റിൽ, ഓൾവേസ് ഇൻ പീസ് എന്നൊക്കെ പറയും, അല്ലെ? ശിവതത്വം, ശവമായിട്ട് കിടക്കുന്ന തത്വം, ഇല്ലേ? സ്ത്രീ എന്ത് ചെയ്യുന്നു? ദേവി എന്ത് ചെയ്യുന്നു? അതിന്റെ മേളില് തന്റെ ആ ഒരു കാല് വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ എന്താണ് പുരുഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ആ ഒരു എനർജി മാറ്റർ ആയിട്ടിരിക്കുന്നതിൽ നിന്നാണ് എനർജി വരുന്നത്. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് ചലിക്കണമെങ്കിൽ പുരുഷനായിരിക്കുന്ന ശിവൻ ഒന്നേ ഉള്ളൂ, പുരുഷൻ ഒന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ദേവിയുടെ മാനിഫെസ്റ്റേഷൻസ് ആണ്. ദേവിയാണ് ഈ പ്രകൃതിയായിട്ടിരിക്കുന്ന മുഴുവനും. അപ്പൊ നമ്മൾ എല്ലാവരും എന്താണ്?
പുരുഷന്റെ കൂടെ പ്രകൃതി അവിഭാജ്യ ഘടകമാണ്. രണ്ടുപേരും ചേർന്നേ ഇരിക്കുള്ളൂ. നമ്മളെല്ലാവരും പുരുഷ പ്രകൃതികളാണ്. ഇതിന്റെ അൾട്ടിമേറ്റ് സത്യം ഇതാണ്. ഈ സാധനങ്ങളെല്ലാം തന്നെ ഈ പുരുഷ പ്രകൃതിയെ മനസ്സിലാക്കാനാണ്. ഈ പുരുഷനും പ്രകൃതിയും ഒരു ടോട്ടൽ ഇക്വിലിബ്രിയത്തിൽ വരണം നമ്മുടെ ഉള്ളില്. നമ്മളെല്ലാവരും അർദ്ധനാരീശ്വരന്മാരാണ്. നമ്മുടെ ഡ്യുവാലിറ്റി ഇല്ലാതാകണമെങ്കിൽ, ഈ നെഗറ്റിവിറ്റി ഇല്ലാതാണെങ്കിൽ, നമുക്ക് ആപത്തില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പുരുഷനും പ്രകൃതിയും ഒരേ ഇതില്, അതായത് ആ ഒരു ഇക്വിലിബ്രിയം ഭാവത്തിൽ വരണം. അതിനെയാണ് നമ്മൾ ശരിക്കും കൈവല്യ മോക്ഷം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആ ഇക്വിലിബ്രിയം, ശിവശക്തി ഐക്യം വേണം. അപ്പൊ നമ്മള് പുരുഷനും പ്രകൃതിയും ഒരുമിച്ച് ചേരണം. അപ്പൊ ടോട്ടൽ ആ ഒരു സൈലൻസ് എന്ന് പറയുന്ന ബ്രഹ്മ ഐക്യം നമ്മൾ വേദത്തിൽ പറയുന്ന എന്താ? ശരിക്കും പറഞ്ഞാല് ആ ഒരു മിഥുനങ്ങള്, പുരുഷ പ്രകൃതി, രാധാകൃഷ്ണൻ, സീതാരാമൻ, ശിവപാർവതി, ഇല്ലേ, ബ്രഹ്മ എന്നൊക്കെ പറയുന്ന എന്താ? ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന കംപ്ലീറ്റ് എനർജി. കാരണം ഇതൊക്കെ വെറും ഒരു ഇല്യൂഷൻ ആണ്, അമ്മയുടെ മായയാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും മാറാതെ നിൽക്കുന്നത് ശിവതത്വമാണ്. ഈ മായയെല്ലാം എവിടെ ലയിക്കണം? പുരുഷനില്, ശിവനിൽ ലയിക്കണം. ഇത് രണ്ടും ചേർന്നിരിക്കുമ്പോഴെന്താ? നാമരൂപങ്ങൾ അവിടെ അസ്തമിച്ചു. നമ്മൾ എന്തിലാണോ ഭ്രമിച്ചിരുന്ന ഈ ഡ്യുവാലിറ്റി, രണ്ടെന്നുള്ള തോന്നല്, അതിനെ നമുക്ക് ഇല്ലാതാക്കി തരുന്ന, അതായത് ആ ഒരു ബ്രഹ്മതത്വം. ശരിക്കും ബ്രഹ്മം ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് കർമ്മം ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ആദിപരാശക്തി എന്ന് പറയുന്നത്. എങ്ങനെയാ ദേവി കർമ്മം ചെയ്യുന്നത്? 3 ഗുണങ്ങളിലൂടെ, അല്ലെ? ത്രിഗുണാത്മികയാണ് ദേവി. അപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞാല് എല്ലാവരുടെയും ഉള്ളിൽ ഈ 3 ഗുണങ്ങളും ഉണ്ട്. സത്വരജസ് തമോ ഗുണങ്ങള്. നമുക്കറിയാം, ഒരു പാട്ടുകാരന്റെ ഉള്ളിൽ പാട്ടുണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ, അല്ലെ? പാടുമ്പോ മാത്രമേ പുറത്തു വരൂ. ശിവന്റെ ഉള്ളിൽ ദേവിയുണ്ട്. ദേവി ഈ 3 ഗുണങ്ങളെ സ്വീകരിക്കുമ്പോൾ ഈ പ്രപഞ്ച രൂപിണിയായിട്ട് മാറുകയാണ്. അപ്പൊ ഗോപ്യമായിട്ട് എവിടെയാ ഇരിക്കുന്നത് ദേവി? ശിവന്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഈ ഡ്യുവാലിറ്റി തോന്നുന്നത് ഈ പ്രപഞ്ച നിർമ്മാണത്തിന് വേണ്ടി പുറത്തു വരുമ്പോ മാത്രമാണ്.